ഇത് എന്തുകൊണ്ട് മീൻ കൊത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരമല്ല പുള്ളി തരണേ. എന്താ മിസ്റ്റർ മീൻ കൊത്താത്തത്? നിങ്ങളുടെ മീനല്ലേ? മീനോട് തന്നെ ചോദിക്കണം. കമ്പി കാണാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മീൻ പിടിക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ ചൂണ്ടയിട്ട് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുളത്തിലാണ് മീനുള്ളത്. ആ കുളത്തിന് ചുറ്റും നല്ല പച്ചയായ നെൽകൃഷിയും പാടവും തെങ്ങും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അതുപോലത്തെ ചെറിയൊരു വെള്ളം പോകുന്ന ഒരു ചാലുണ്ട് അവിടെ. നല്ല രസമാണ് അതവിടെ. ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലെ വളരെ പച്ചപ്പുള്ളൊരു പ്രദേശമായിട്ടാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചൂണ്ടയിട്ടിട്ടാണ് മീൻ പിടിക്കുന്നത്. ഇപ്പോൾ ഈ ചൂണ്ടയിട്ട് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കായിട്ട് വളരുന്ന മീനാണ് ആ കുളത്തിൽ. അപ്പോൾ അവർ നമുക്ക് സജ്ജീകരണങ്ങൾ ചെയ്തു തരികയാണ്. കുറേ ചൂണ്ടയുണ്ട്, പിന്നെ നമുക്ക് അത് പിടിക്കാനുള്ള എല്ലാ സൗകര്യവും അവർ ഒരുക്കി തരികയാണ്. അങ്ങനെ വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ അത് അവിടുത്തെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ തന്നെ വളരെ രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, പ്രകൃതിയുടെ ആ ഒരു ഫുൾ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കാരണം വലിയൊരു പാടത്തിന് നടുക്കുള്ള അടിപൊളി കുളമാണ്. ആ കുളത്തിലെ ഒരു വഞ്ചിയും അതുപോലെ തന്നെ നമുക്ക് അറിയാം, പണ്ട് കാലത്തും നമ്മൾ മണ്ണിര ഉപയോഗിച്ച് പിടിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെയും കാര്യങ്ങൾ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ അമൽ ബ്രോയാണ്. ബ്രോ ഇപ്പോൾ ആ ഒരു ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലശേട്ടന് മനസ്സിലാവണില്ല, ആൾ ഇതുവരെ അങ്ങനെ ഇത് ചൂണ്ടയിട്ട് പിടിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ആളിപ്പോൾ മണ്ണിര അതിനകത്ത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ സാധനം വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവർ ഉപയോഗിച്ചിരുന്നതാണ് തോന്നുന്നുണ്ട്. മഴക്കാലത്തൊക്കെ നമ്മൾ മീൻ പിടിക്കില്ലേ, പാടത്തിനൊപ്പം നടുക്കൊക്കെ വെച്ച് പിടിക്കുന്നൊരു സംഗതിയാണത്. ഇവിടെ ശാംബ്രോയാണെങ്കിൽ ഏത് നേരവും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആദിക്കുട്ടനും അത് കൂടെ ഓടി കളിക്കുകയാണ്. ഇവിടെ ബാലൻഷേട്ടൻ ചൂണ്ട ഇട്ട് നോക്കുന്നുണ്ട്. പുള്ളിക്ക് എന്തോ ഒരു നിരാശയാകുന്നുണ്ട്. കുറേ നേരം അയാൾ ചൂണ്ടയിട്ടിരിക്കുന്നത്. അപ്പോൾ മീൻ കിട്ടുന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് യാദൃശ്യമായിട്ടൊരു മീൻ കിട്ടിയിട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ആൾ ആ ഒരു ക്ഷമയുടെ കാത്തിരിപ്പിനൊരു വിരാമമായി. ആൾക്ക് നല്ലൊരു ആവോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള ആവോലി. അത് ഇവിടെ തന്നെ വാങ്ങി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്ത് തരും. സൂപ്പർ ആവോലിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ്. നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്ന് ഇത് മേടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത്. വിജയേട്ടനും നമ്മുടെ കണ്ണൻകുട്ടിയും കൂടെ ഇവിടെ ചൂണ്ടിട്ടിട്ട് ഇരിക്കുകയാണ്. കാരണം അവരും കുറേ നേരമായി പ്രതീക്ഷയോടെ കിട്ടുന്നില്ല. എല്ലാവരും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് ലക്കായിട്ട് കിട്ടും, ചില സമയത്ത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു സമയം എടുക്കുന്നുണ്ട് കിട്ടാനായിട്ട്. ഉണ്ണിക്കുട്ടന് നമുക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അവനും കിട്ടിയിരിക്കുന്ന ആവോലി തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആവോലിയാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. ഇപ്പോൾ ചൂണ്ട എല്ലാവരും ഇട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും മീൻ കിട്ടിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത്ര മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ചൂണ്ടയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയേട്ടന് അടിപൊളി മീൻ കിട്ടി. വലിയ മീനാണ് കിട്ടിയേക്കണത്. വിജയേട്ടൻ കുറേ നേരം കാത്തിരുന്നതിൽ ഏറ്റവും വലിയൊരു മീനാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് എല്ലാവരും ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുക. ഇത്രയും വലിയ മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല അവിടെ നിന്ന്. എന്തായാലും മീൻ പിടിച്ച് നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കഴിക്കാൻ പറ്റും. അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ സ്പോട്ട് നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വന്നിട്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കി തരും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.